ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. സൂക്ഷ്മ പരിശോധന ചൊവ്വാഴ്ച, അന്തിമ ചിത്രം വ്യാഴാഴ്ച തെളിയും. വിവാദമായ ഹിന്ദു MLA പരാമർശത്തിൽ ഉറച്ച് NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. വിദ്വേഷ പരാമർശത്തിൽ കേസെടുത്തതിന് പിന്നാലെ പ്രകടനം ഒഴിവാക്കിയാണ് ഗോപാലകൃഷ്ണൻ പത്രിക സമർപ്പിച്ചത്. താൻ മതേതരവാദിയാണെന്ന് ഗോപാലകൃഷ്ണൻ. കൊടകരയിൽ വൈക്കോൽ കയറ്റിവന്ന മിനി ലോറിക്ക് തീപിടിച്ചു. ഡ്രൈവർ വാഹനം റോഡരികിൽ നിർത്തി പുറത്തിറങ്ങിയതിനാൽ ആളപായം ഒഴിവായി. പെരുമ്പിലാവിൽ നിർത്തിയിട്ട് ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. കയ്പമംഗലം സ്വദേശി അനൂപാണ് മരിച്ചത്. പാലപ്പള്ളി കാരിക്കുളത്ത് കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. ആറാട്ടുപുഴ ദേവസംഗമത്തിലെ പങ്കാളി ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ച മകീര്യം പുറപ്പാടും കൊടിയേറ്റവും നടക്കും. തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം. മത്സ്യകൃഷിക്കായി വലകെട്ടിമറച്ച പതിയാരം കാവാലം ചിറക്കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ ജോയിന്റ് ഡയറക്ടറുടെ ഉത്തരവ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി പൂർത്തിയായി. സൂക്ഷ്മ പരിശോധന ചൊവ്വാഴ്ച നടക്കും. വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം. അന്തിമ ചിത്രം വ്യാഴാഴ്ച തെളിയും. ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടമാണ് ഇത്തവണ നടക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം 6 പ്രവൃത്തി ദിവസമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സമയം ലഭിച്ചത്. നിരവധി രാഷ്ട്രീയ മാറ്റങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. ഇതിനിടെ ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ ഹിന്ദു MLA പരാമർശം വിവാദമാവുകയും കേസെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്തൊക്കെ സ്ഥാനാർത്ഥികൾക്ക് അപരന്മാർ ഉണ്ടാകുമെന്ന് വ്യാഴാഴ്ച വ്യക്തമാക്കും. ഏപ്രിൽ 7-ന് പരസ്യ പ്രചാരണം അവസാനിക്കും. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. ഗുരുവായൂർ മണ്ഡലത്തിൽ 19 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക ലഭിച്ചു. LDF, UDF, BJP, ആം ആദ്മി, SDPI, SUCI എന്നീ പാർട്ടികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഡമ്മി സ്ഥാനാർത്ഥികളടക്കം 19 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തഹസിൽദാർ TR സംഗീത് പറഞ്ഞു. ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൻ്റെ ARO ആണ് ഞാൻ. നമ്മളിപ്പോൾ 2 ദിവസമായിട്ടാണ് നോമിനേഷൻ സ്വീകരിക്കുന്ന നടപടികൾ തുടങ്ങിയത്. അതിൽ 21-ാം തീയതി നമ്മൾക്ക് 7 നോമിനേഷനുകളും ഇന്ന് 23-ാം തീയതി നമ്മൾക്ക് 12 നോമിനേഷനുകൾ ലഭിച്ചിട്ടുള്ളത്. അതിൽ LDFൻ്റെ 4 ഡെമ്മി ഉൾപ്പെടെ 7 നോമിനേഷനുകളും, UDFൻ്റെ ഡെമ്മി ഉൾപ്പെടെ 3 നോമിനേഷനുകളും, BJPയുടെ ഡെമ്മി ഉൾപ്പെടെ 3 നോമിനേഷനുകളും, AAPയുടെ 2 നോമിനേഷനുകളും, STPയുടെ 2 നോമിനേഷനുകളും, SUCIയുടെ 2 നോമിനേഷൻ നമുക്ക് ഇതിൽ ലഭിച്ചിട്ടുണ്ട്. അതായത് സ്ക്രൂട്ടിക്കായിട്ട് നമ്മളിന്ന് RO ഓഫീസിലേക്ക് എത്തിച്ച് നൽകിയിട്ടുള്ളതാണ്. അതുകൂടാതെ നമ്മുടെ ഇലക്ഷൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നമ്മൾക്ക് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക്, ഫസ്റ്റ് പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസർക്കുള്ള ക്ലാസുകൾ ഗുരുവായൂർ മണ്ഡലത്തിൻ്റെ 25-26 തീയതികളായി ലിറ്റിൽ ഫ്ലവർ കോളേജ് മമ്മിയൂർ വെച്ച് 2 സെക്ഷനുകളായിട്ട് രാവിലെ ഒരു സെക്ഷനിൽ 100 പേരും വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനിൽ 100 പേരും വെച്ച് 3 ദിവസമുണ്ടായി ക്ലാസുകൾ ആരംഭിക്കുന്നതാണ്. 232 ബൂത്തുകളാണ് ഗുരുവായൂർ മണ്ഡലത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന ക്ലാസ് ഈ മാസം 27, 28 തീയതികളിൽ മമ്മിയൂർ LF കോളേജിൽ നടക്കും. പുതുക്കാട് ഒല്ലൂർ നിയമസഭാ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പുതുക്കാട് NDA സ്ഥാനാർത്ഥി A. നാഗേഷ് ജില്ലാ രജിസ്ട്രാർ PK ബിജു മുൻപാകെയും, ഒല്ലൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ്, തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇന്ദു നായർ P. മുൻപാകെയുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മുൻ കേന്ദ്രമന്ത്രി
ഗുബ, ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ബി.ജെ.പി. സംസ്ഥാന കൌൺസിൽ അംഗം എ. ഉണ്ണികൃഷ്ണൻ, ലീഗൽ സെൽ ജില്ലാ കോർഡിനേറ്റർ എ. ഗുരുവായൂരപ്പൻ എന്നിവർക്കൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് ഇരു സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. വടക്കാഞ്ചേരി മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി പി.എൻ. വൈശാഖ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. യു.ഡി.എഫ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ പ്രകടനവുമായാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ എം.സി. അനുപമൻ മുൻപാകെ 3 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തലപ്പള്ളി താലൂക്ക് ഓഫീസിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും തഹസിൽദാരുമായ എം.സി. അനുപമൻ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയേടത്ത്, ഗിരീഷ് കുമാർ കടവത്ത്, അഡ്വക്കേറ്റ് എൻ. സന്തോഷ്, എം.കെ. നാരായണൻകുട്ടി, പി.ജി. രവീന്ദ്രൻ, കൌൺസിലർ ഇ. കൃഷ്ണനുണ്ണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട ആർ.ഡി.ഒ മുമ്പാകെ 3 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ എം.പി. ജാക്സൺ, ഡി.സി.സി ജനറൽ സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പള്ളി, സതീഷ് വിമലൻ, കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു.ഡി.എഫ് അധികാരത്തിൽ വരുമെന്നും ഇരിങ്ങാലക്കുട യു.ഡി.എഫിനൊപ്പം നിൽക്കുമെന്നും തോമസ് ഉണ്ണിയാടൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ബഹുമാനിയനായിട്ടുള്ള ജാക്സേട്ടൻ ഉൾപ്പെടെയുള്ള ശിവമലൻ, ആന്റോ പെരുമ്പള്ളി, ഉദയഗിരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെയുണ്ട്. വളരെ ഐശ്വര്യമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ജാക്സൺ സൂചിപ്പിച്ച പോലെ വളരെ ഭംഗിയായി അടുക്കും ചിട്ടിയോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഞങ്ങളെല്ലാവരും കൂടി മുന്നിട്ട് തന്നെയാണ്. അപ്പം അങ്ങനെ ഈ നിലയിൽ ഒരു മുന്നേറ്റം അത് എങ്ങനെയായിരിക്കും അതിൻ്റെ പര്യവസാനമെന്ന് പ്രിയപ്പെട്ട ജാക്സൺ സൂചിപ്പിച്ചു. വലിയ ഭൂരിപക്ഷം ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അതൊരു സംശയവും ഞങ്ങൾക്കാർക്കും. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം മണ്ഡലം ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥി കെ.ആർ. റെജിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തഹസിൽദാർ അബ്ദുൽ നാസർ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കാനായി എത്തിയത്. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് സഹദേവൻ, ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പുളിക്കൽ, ജനറൽ സെക്രട്ടറി പ്രഭാകരൻ, ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി അംഗം പി.കെ. ബിജു തുടങ്ങിയവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഇന്ദിരാഭവനിൽ നിന്ന് നേതാക്കൾക്കും പ്രവർത്തകർക്കൊപ്പം ജാഥയായാണ് സ്ഥാനാർത്ഥി സിവിൽ സ്റ്റേഷനിലേക്ക് എത്തിയത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ കൊടുങ്ങല്ലൂർ തഹസിൽദാർക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മുൻ എം.എൽ.എ. ടി.യു. രാധാകൃഷ്ണൻ, യു.ഡി.എഫ് നേതാക്കളായ വി.എ. അബ്ദുൽ കരീം, ഇ.എസ്. സാബു, യൂസഫ് പടിയത്ത്, എൻ.എസ്. വിജയൻ എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി കെ.പി. ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ഇ.ആർ. ജിതേഷ്, കെ.എസ്. അനൂപ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഐ.എസ്. മനോജ്, ടി.ജെ. ജെമി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി.എസ്. സജീവൻ,
വിദ്യാസാഗർ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു, BDJS ജില്ലാ പ്രസിഡന്റ് PK രവീന്ദ്രൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വിവാദമായ ഹിന്ദു MLA പരാമർശത്തിൽ ഉറച്ച് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെങ്കിൽ താൻ മതേതരവാദിയാണെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന VD സതീശനും കോൺഗ്രസും മതേതരവാദികളാണെങ്കിൽ താനും മതേതരവാദിയാണ്. പോപ്പുലർ ഫ്രണ്ടുമായി സഖ്യമുണ്ടാക്കുന്ന പിണറായി വിജയന്റെ LDF മതേതരമാണെങ്കിൽ താനും മതേതരവാദിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി VD സതീശന് എന്ത് ഡീലാണ് ഉള്ളതെന്ന് വെളിപ്പെടുത്തണം. ഗുരുവായൂരിൽ ഏറ്റവുമധികം വികസനം നൽകിയത് നരേന്ദ്രമോദി സർക്കാരാണെന്നും കുടിവെള്ളം പോലും മലിനമായ രീതിയിലാണ് ഗുരുവായൂരെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് മതേതരത്വമാണെങ്കിൽ B. ഗോപാലകൃഷ്ണനും മതേതരത്വവാദിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ തോളിലേറ്റുന്ന VD സതീശനും കോൺഗ്രസും മതേതരത്വമാണെങ്കിൽ, മതേതരത്വവാദികളാണെങ്കിൽ BJP B. ഗോപാലകൃഷ്ണനും മതേതരത്വവാദിയാണ്. NDFന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, പോപ്പുലർ ഫ്രണ്ടുമായി ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യമുണ്ടാക്കുന്ന പിണറായി വിജയന്റെ LDF മതേതരത്വമാണെങ്കിൽ B. ഗോപാലകൃഷ്ണനും മതേതരത്വവാദിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള, ഇന്ത്യക്കെതിരെ ഒളിയമ്പ് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള VD സതീശന്റെ ഡീൽ എന്ത് എന്ന് VD സതീശൻ തുറന്നു പറയണം. പോപ്പുലർ ഫ്രണ്ടിന് പ്രവർത്തന സൗകര്യം, കേരളത്തിൽ പ്രവർത്തനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്നതാണ് പിണറായി വിജയനും VD സതീശനും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും PDP ആയിട്ടും പോപ്പുലർ ഫ്രണ്ടായിട്ടും ഉണ്ടാക്കിയിട്ടുള്ള ഡീൽ എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. കൊടകരയിൽ വൈക്കോൽ കയറ്റിവന്ന മിനി ലോറിക്ക് തീപിടിച്ചു. ദേശീയപാതയിൽ നിന്ന് കനകമല മേച്ചിറ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തായിരുന്നു അപകടം. വൈക്കോലിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട നാട്ടുകാർ ഡ്രൈവറെ വിവരമറിയിക്കുകയായിരുന്നു. ഡ്രൈവർ ഉടൻ വാഹനം റോഡരികിൽ നിർത്തി പുറത്തിറങ്ങിയതിനാൽ ആളപായം ഒഴിവായി. വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. പെരുമ്പിലാവിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. കയ്പമംഗലം 12 സ്വദേശി കളരിക്കൽ വിജയന്റെ മകൻ 42 വയസ്സുള്ള അനൂപാണ് മരിച്ചത്. പെരുമ്പിലാവ് പ്രിയ സെന്ററിനടുത്ത് ആയിരുന്നു അപകടം. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെരുമ്പിലാവ് ഭാഗത്തുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അനൂപ്. മാള കോട്ടമുറിയിൽ നിയന്ത്രണം തെറ്റിയ കാർ വൈദ്യുത പോസ്റ്റിലിടിച്ച ശേഷം വീടിന്റെ ഗേറ്റ് തകർത്തു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. പാലപ്പിള്ളി കാരിക്കുളത്ത് കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. കാരിക്കുളം ചെട്ടിയാൻതൊടി അബ്ദുൾ സമദിന്റെ മകൻ മുഹമ്മദ് റാഫിക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ മുഹമ്മദ് റാഫിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെ കാരിക്കുളം ജാറം വഴിയിലായിരുന്നു അപകടം. റോഡിലേക്ക് ചാടിയ കാട്ടുപന്നി ബൈക്കിൽ പാഞ്ഞുവന്ന് ഇടിക്കുകയായിരുന്നു. മേഖലയിലെ രൂക്ഷമായ കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ഏറെക്കാലമായി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും അധികൃതർ നടപടിയെടുത്തിട്ടില്ല. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശത്ത് പുലിയും കാട്ടാനയും ഭീതി വിതയ്ക്കുന്നതിന് പിന്നാലെയാണ് കാട്ടുപന്നി ശല്യവും പെരുകുന്നത്. തലോരിയിൽ ശ്രീനാരായണ സ്റ്റോപ്പിന് സമീപം ടയർ പൊട്ടിയതിനെ തുടർന്ന് തടിലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ലോറി മറിഞ്ഞ് പാമ്പുകാടൻ ചന്ദ്രന്റെ വീട്ടുമതിലും ഗേറ്റും തകർന്നു. വൈദ്യുതി തൂണുകളും ഒടിഞ്ഞു വീണു. ഡ്രൈവറും സഹായിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോഴിക്കോട് നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി പനമ്പിള്ളി കോളേജ് ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സിന് പിന്നിൽ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇടിച്ചു. ആർക്കും പരിക്കില്ല. തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസിന്റെ പിന്നിൽ എറണാകുളം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് ഇടിച്ചത്.
മുന്നിൽ പോയിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്കിട്ടതാണ് അപകടത്തിനിടയാക്കിയത്. ആറാട്ടുപുഴ ദേവസംഗമത്തിലെ പങ്കാളി ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ച മാഗീര്യം പുറപ്പാടും കൊടിയേറ്റവും നടക്കും. പ്രധാന പങ്കാളികളായ തൃപ്രയാർ, ഊരകം, ചേർപ്പ്, ഐക്കുന്ന് തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ പുറപ്പാടാണ്. ആറാട്ടുപുഴ, ചാത്തൻകുളം ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റവും നടക്കും. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ രാത്രി 8:30 കൊടിയേറ്റം നടക്കും. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ രാത്രി 9:30 ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ വൈകിട്ട് 6 പുറപ്പാട് ചടങ്ങ് നടക്കും. ചാത്തൻകുളം ശാസ്താവിന്റെ പുരാഘോഷത്തിന് വൈകിട്ട് 6 കൊടിയേറും. കോടന്നൂർ ശാസ്താ ക്ഷേത്രത്തിൽ പുറപ്പാട് രാത്രി 7:30 ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിയുടെ മകീര്യം പുറപ്പാട് വൈകിട്ട് 7 നടക്കും. ആറാട്ടുപുഴ ദേവസംഗമത്തിൽ നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് ചൊവ്വാഴ്ച നടക്കും. ഊരായ്മക്കാർ കുളിച്ച് മണ്ഡപത്തിലെത്തി തേവരെ എഴുന്നള്ളിക്കാൻ അനുവാദം നൽകുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് തൃക്കോൽ ശാന്തി ഭഗവാനെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞ് ഭഗവാൻ ആറാട്ടിനായി സ്വർണ്ണക്കോലത്തിൽ 5 ആനകളുടെ അകമ്പടിയോടെ സേതുക്കുളത്തിലേക്ക് എഴുന്നള്ളും. തുടർന്ന് പാണ്ടിമേളത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചും എഴുന്നള്ളും. പതിവ് ചടങ്ങുകൾക്ക് ശേഷം പാണി കൊട്ടി പുറത്തേക്ക് എഴുന്നള്ളുന്ന തേവർക്ക് തീർത്ഥ കിണറ്റിൻകരയിൽ ചെമ്പിലാറാട്ടും നടക്കും. മകീരം പുറപ്പാടും തുടർന്ന് 7 ദിവസങ്ങളിലായി നടക്കുന്ന ആചാര ചടങ്ങുകൾക്കും തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിനും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം മാനേജർ ഹരിഹര ഭട്ട് TCVയോട് പറഞ്ഞു. അതിനുള്ള ഏകദേശം എല്ലാ ഒരുക്കുമാനങ്ങളും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. പ്രസാദകൂട്ടുണ്ട്. പ്രസാദകൂട്ടിനുള്ള ഒരുക്കുമാനങ്ങളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ നടക്കൽ പൂരത്തിന് എഴുന്നള്ളുന്ന തേവർ പുത്തൻകുളത്തിലെ ആറാട്ട് കഴിഞ്ഞ് വൈകിട്ട് കാട്ടൂർ പൂരത്തിന് പുറപ്പെടും. വ്യാഴാഴ്ച രാവിലെ ബ്ലാഹിൽ കുളത്തിലും വൈകിട്ട് നിയമവെടിക്കും ശേഷം കുറുക്കൻകുളത്തിൽ ആറാട്ട് നടക്കും. വെള്ളിയാഴ്ച രാവിലെ വെന്നിക്കൽ അമ്പലത്തിലെ പറയെടുപ്പിന് ശേഷം വലപ്പാട് കോതകുളത്തിലെ ആറാട്ടിനും ശേഷം പൈനൂർ പാടത്ത് പ്രസിദ്ധമായ ചാലുകുത്തൽ ചടങ്ങ് നടക്കും. 28 വൈകിട്ട് നിയമവെടിക്ക് ശേഷം തേവർ പള്ളിയോടത്തിൽ പുഴ കടക്കും. തുടർന്ന് കിഴക്കേ നടക്കൽ പൂരം, ഊരായ്മ ഇല്ലങ്ങളിൽ പൂരം. ഞായറാഴ്ച രാവിലെ കുട്ടൻകുളത്തിൽ ആറാട്ടിന് ശേഷം തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. വൈകിട്ട് സ്വർണ്ണക്കോലത്തിൽ പള്ളിയോടത്തിൽ പുഴ കടന്ന് തന്ത്രി ഇല്ലത്തേക്ക് എഴുന്നള്ളും. 30 വൈകിട്ട് നിയമവെടിയും അത്താഴപൂജയും അത്താഴ ശീവേലിയും കഴിഞ്ഞ് തേവർ പള്ളിയോടത്തിൽ ആറാട്ടുപുഴ പൂരത്തിന് സ്വർണ്ണക്കോലത്തിൽ പുറപ്പെടും. രാത്രി 9 ചിറക്കൽ സെന്ററിൽ ഇറക്കി എഴുന്നള്ളിപ്പ്. തുടർന്ന് പല്ലിശ്ശേരി സെന്ററിൽ 5 ആനകളുടെ അകമ്പടിയിൽ പഞ്ചവാദ്യം. പിന്നീട് 11 ആനകളോടെ കൈതവളപ്പിലെത്തും. 31 ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് തിരിച്ചെത്തുന്നതോടെ ഉത്രം വിളക്ക് ആഘോഷിക്കും. സേതുക്കുളത്തിൽ ആറാട്ടിന് ശേഷം വിളക്കാചാരം കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളും. TCV തൃപ്രയാർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്കാവശ്യമായ ചമയങ്ങൾ ഭക്തർ സമർപ്പിച്ചു. പുഷ്പദീപങ്ങളാൽ അലങ്കൃതമായ ശാസ്താവിന്റെ തിരുനടയിലായിരുന്നു സമർപ്പണം. കുടയുടെ ഒറ്റൽ പെരുമ്പിള്ളിശ്ശേരി സ്മിതേഷ് ശശിധരനാണ് നിർമ്മിച്ചത്. സ്വർണം മുക്കൽ ചേർപ്പ് KA ജോസും തുന്നൽ തൃശൂർ VN പുരുഷോത്തമനും മണിക്കൂട്ടം മിനിക്കൽ പെരിങ്ങാവ് ഗോൾഡിയുടെ രാജനും ആലവട്ടം ചാമരം എന്നിവ ഒരുക്കിയതിൽ കുറ്റുമുക്ക് ചാത്തനാത്ത് രാംകുമാറുമാണ് ചുമതല നിർവഹിച്ചത്. ആറാട്ടുപുഴ പൂരത്തിനുള്ള കൈപ്പന്തങ്ങൾ ഒരുങ്ങി. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. തുടർന്ന് പെരുവനം പൂരം, ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും.
ശാസ്താവ് എഴുന്നള്ളുമ്പോൾ തിരുമുമ്പിൽ ഒറ്റപ്പന്തവും അതിന് പിന്നിലായി മുപ്പന്തവും മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും 6 നാഴി പന്തങ്ങളുമാണ് പിടിക്കുക. വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത്. ഒരു 6 നാഴി പന്തം 3 മണിക്കൂർ കത്തണമെങ്കിൽ 15 കിലോ വെളിച്ചെണ്ണ വേണ്ടിവരും. എഴുന്നള്ളിപ്പ് സമയത്ത് 20 മിനിറ്റ് കൂടുമ്പോൾ പന്തം വെളിച്ചെണ്ണയിൽ നനച്ചുകൊണ്ടിരിക്കും. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ ശശി, കുട്ടപ്പൻ എന്നിവരാണ് കൈപ്പന്തങ്ങൾ തയ്യാറാക്കിയത്. മത്സ്യകൃഷിക്കായി വല കെട്ടിമറച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലം ചിറക്കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടു. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. പഞ്ചായത്ത് അധികൃതരുടെ അനുമതിയോടെ വല കൊണ്ട് ചുറ്റും കെട്ടിയടച്ച് മത്സ്യകൃഷി നടത്തുന്നതിനെതിരെ നാട്ടുകാർ നൽകിയ പരാതിയിലാണ് കുളത്തിലെ മത്സ്യകൃഷി അവസാനിപ്പിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടത്. 500 രൂപ പ്രതിവർഷ പാട്ടത്തിനാണ് 4 ഏക്കർ വരുന്ന കാവാലം ചിറക്കുളം സംരംഭക ഗ്രൂപ്പിന് മത്സ്യകൃഷിക്ക് നൽകിയത്. ഇതോടെ കുളം വല ഉപയോഗിച്ച് ചുറ്റിനും പൊതിഞ്ഞു കെട്ടുകയായിരുന്നു. സഹസ്ര സരോവരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവഴിച്ചാണ് കാവാലം ചിറ പുനർനിർമ്മാണം നടത്തിയത്. പരിസരവാസികൾക്ക് കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ള പദ്ധതിക്കായും പ്രാദേശിക മത്സ്യബന്ധനം നടത്തുന്നതിനുമായാണ് കുളം പുനർനിർമ്മാണം നടത്തിയത്. എന്നാൽ മത്സ്യം വളർത്തലിന് കുളം വിട്ടു നൽകിയതോടെ പ്രദേശവാസികൾക്ക് കുളത്തിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടുവെന്ന് പരാതിപ്പെട്ടാണ് നാട്ടുകാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയത്. പഞ്ചായത്തിന്റെ മേശപ്പുറത്തും 150 പേര് ഒപ്പിട്ട പരാതി ഇരിക്കുന്നുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ അതിന്റെ ഓരോ കോപ്പി ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പരാതി ഇരിക്കുന്നുണ്ട്. എന്നിട്ടും ഇവര് പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി ഞങ്ങൾ വെച്ച പരാതിക്ക് റീപ്ലൈ തരാതെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റീപ്ലൈ കൊടുത്തുകൂടെ ആർക്കും പരാതിയില്ല. ഒരു കുളക്കടവ് തുറന്നെങ്കിലും ഇവിടെ എണ്ണ, സോപ്പ് എന്നിവ ഉപയോഗിച്ച് കുളിക്കാൻ പാടില്ലെന്ന നിബന്ധനയും വച്ചതായി നാട്ടുകാർ പരാതിപ്പെട്ടു. പലതവണ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പരാതിയെ തുടർന്ന് ജില്ലാ തദ്ദേശ ഭരണ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 7 ദിവസത്തിനുള്ളിൽ കുളം പൂർവ്വസ്ഥിതിയിലാക്കാനാണ് ഉത്തരവ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് നാട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് കുളം മത്സ്യകൃഷിക്ക് പാട്ടത്തിന് നൽകിയത്. TCV എരുമപ്പെട്ടി. കാരുണ്യ രാഷ്ട്രീയത്തിന്റെ കൊടിയടയാളമായ TN പ്രതാപനിലൂടെ മണലൂർ UDF തിരിച്ചുപിടിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ഡോക്ടർ MP അബ്ദുസമദ് സമദാനി അഭിപ്രായപ്പെട്ടു. UDF മണലൂർ മണ്ഡലം സ്ഥാനാർത്ഥി TN പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന അലിവും ആർദ്രതയുമുള്ള TN പ്രതാപൻ മണലൂരിലെത്തുമ്പോൾ അതൊരു ചരിത്ര നിയോഗം കൂടിയാണ്. വികസനത്തെക്കുറിച്ച് ഏറ്റവും മികച്ച കാഴ്ചപ്പാടുകൾ കൂടിയുള്ള പൊതുപ്രവർത്തകനാണ് അദ്ദേഹമെന്ന് പ്രതാപനെ നിരീക്ഷിക്കുന്ന ആർക്കും വ്യക്തമാകുന്നതാണെന്നും സമദാനി പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാവ് ASM അസ്ഗറലി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. KK ബാബു, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, PJ ജോസ്, CA സെബാസ്റ്റ്യൻ, RA അബ്ദു മനാഫ്, NJ ജിയോ, ബെന്നി തലക്കോട്ടൂർ, ആൻഡോ ലിജോ, ഗ്രേസി ജേക്കബ്, CC ശ്രീകുമാർ, PK രാജൻ, ഋഷി പൽപു തുടങ്ങിയവർ സംസാരിച്ചു. NDA പുതുക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി A നാഗേഷിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ BJP സംസ്ഥാന സമിതി അംഗം A ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് സുധീർ വെട്ടിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, സെക്രട്ടറി രാമദാസ് വയലൂർ, വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ, ജില്ലാ സമിതി അംഗം ശ്രീധരൻ കളരിക്കൽ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടികയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം പരിപൂർണമായും മലീമസപ്പെട്ട് കിടക്കുകയാണെന്ന് VM സുധീരൻ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലെ MLA കൂറുമാറി വർഗീയ പാളയത്തിലെത്തി. മുൻ MLAയെക്കുറിച്ച് നിലവിലെ MLA പറഞ്ഞ ആക്ഷേപങ്ങൾ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും സുധീരൻ ചൂണ്ടിക്കാട്ടി. അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജിറ്റ്, KPCC ജനറൽ സെക്രട്ടറിമാരായ ജോസ് വള്ളൂർ, KV ദാസൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. LDF പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, CPI സംസ്ഥാന കൌൺസിൽ അംഗം BS പ്രിൻസ്, CPM ഉല്ലൂർ ഏരിയ സെക്രട്ടറി NN ദിവാകരൻ, കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു.
UDF മണ്ഡലം ചെയർമാൻ MM നിഷാദ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് നേതാവ് സിദ്ദിഖ് പന്താവൂർ, നേതാക്കളായ VK രഘുസ്വാമി, PS സുനീഷ്, അമ്പലപ്പാട്ട് മണികണ്ഠൻ, അജു നെല്ലുവായ്, കബീർ കാഞ്ഞിരക്കോട്, KR രാധിക തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. നിയോജക മണ്ഡലം UDF ചെയർമാൻ ജയസിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, KC മൊയ്തുട്ടി, പ്രസാദ് പുലിക്കോടൻ, C മുരളി, MA ബാബു, K ജയശങ്കർ, അമ്പലപ്പാട്ട് മണികണ്ഠർ, ഗഫൂർ കടങ്ങോട് തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TM നാസറിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മതിലകത്ത് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ SA സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സോണിയ ഗിരി, PS മുജീബ് റഹ്മാൻ, സുനിൽ P മേനോൻ, PV മൊയ്തു, MP ജോബി, CS രവീന്ദ്രൻ, CJ പോൾസൺ, CC ബാബുരാജ്, അഡ്വക്കേറ്റ് PH മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. LDF കുന്നംകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രേംരാജ് ചൂണ്ടലാത്ത് അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ പ്രകാശനം BK ഹരിനാരായണൻ M ബാലാജിക്ക് നൽകി നിർവഹിച്ചു. സ്ഥാനാർത്ഥി AC മൊയ്തീൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം EM സതീശൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK വാസു തുടങ്ങിയവർ സംസാരിച്ചു. LDF മണലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങിൽ നടന്ന കൺവെൻഷനിൽ CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, മുരളി പെരുന്നെല്ലി MLA, LDF കൺവീനർ TV ഹരിദാസൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, CPI ജില്ലാ കൌൺസിൽ അംഗം PK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി P ശ്രീകുമാർ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ, CPM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, CPI ജില്ലാ കൌൺസിൽ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ, കേരള കോൺഗ്രസ് M ജില്ലാ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം, NCPS ജില്ലാ സെക്രട്ടറി TG സുന്ദർലാൽ, RJD ജില്ലാ സെക്രട്ടറി PG കൃഷ്ണൻകുട്ടി, സ്ഥാനാർത്ഥി UR പ്രദീപ്, കേരള കോൺഗ്രസ് B ജില്ലാ സെക്രട്ടറി V സുമീഷ്, CPM ചേലക്കര ഏരിയ സെക്രട്ടറി T ഗോകുലൻ തുടങ്ങിയവർ സംസാരിച്ചു. 1001 അംഗ ജനറൽ കമ്മിറ്റിയും അതിൽ 151 പേർ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായി ചേലക്കര മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. BJP ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. BJP സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട അധ്യക്ഷത വഹിച്ചു. NDA സംസ്ഥാന വൈസ് ചെയർമാൻ രാധാകൃഷ്ണൻ, NDA ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം, BJP സൌത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് KR ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. NDA ചാലക്കുടി മണ്ഡലം സ്ഥാനാർത്ഥി ചാർലി പോൾ ശബരിമല മുൻ മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വസതിയിലെത്തി അനുഗ്രഹം തേടി. ചാർലി പോളിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചക്ക സമ്മാനിച്ചു. അഡ്വക്കേറ്റ് ആശ രാമദാസ്, ഷാജിമോൻ വട്ടേക്കാട്, TV പ്രജിത്ത് എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. LDF പേരാമംഗലം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPI കൈപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. LDF വടക്കാഞ്ചേരി മണ്ഡലം സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പിള്ളി, സോഷ്യലിസ്റ്റ് ജനതാദൾ തൃശൂർ ജില്ലാ പ്രസിഡന്റ് CT ജോഫി, കോൺഗ്രസ് S ജില്ലാ സെക്രട്ടറി CD ജോസ്, CPI ജില്ലാ കമ്മിറ്റി അംഗം KK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വരന്തരപ്പിള്ളി കുന്നത്തുപാടത്ത് പട്ടാപ്പകൽ വീട്ടിൽ മോഷണ ശ്രമം.
ആഴിക്കൽ ഹിമേഷിന്റെ വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷണശ്രമം നടന്നത്. വീട്ടുകാർ പുറത്തുപോയ സമയത്തായിരുന്നു മോഷണശ്രമം. വൈകിട്ട് മകൾ എത്തിയപ്പോഴാണ് വാതിൽ തകർത്ത നിലയിൽ കണ്ടത്. അകത്ത് കയറിയ മോഷ്ടാവ് അലമാരയിലും മേശകളിലും സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങളും സാധനങ്ങളും വലിച്ചെറിഞ്ഞ നിലയിലാണ്. വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. 2 മാസം മുമ്പ് ഈ ഭാഗത്തെ വീടുകളിൽ നിന്നും സൈക്കിൾ കൊണ്ടുപോയി തോട്ടിൽ ഇടുകയും വീടുകളിലെ ഫ്യൂസ് ഊരി മാറ്റുകയും ചെയ്തിരുന്നു. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ വരന്തരപ്പള്ളി ഇഞ്ചക്കുണ്ടിൽ യുവാവിന് വെട്ടേറ്റ സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ഇഞ്ചക്കുണ്ട് സ്വദേശി പാനിക്കുളം വീട്ടിൽ ആൽബിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇഞ്ചക്കുണ്ട് സ്വദേശി വട്ടപ്പാറയ്ക്കൽ ശ്യാംരാജനാണ് വെട്ടേറ്റത്. ശ്യാംരാജന്റെ അച്ഛനും ആൽബിന്റെ സുഹൃത്തുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതിനിടയിലാണ് ഇരുവരും തമ്മിൽ തർക്കം നടന്നത്. പരസ്പരം വെല്ലുവിളി നടക്കുന്നതിനിടെ ആൽബിൻ വീട്ടിൽ നിന്ന് വെട്ടുകത്തി കൊണ്ടുവന്ന് ശ്യാംരാജിനെ വെട്ടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ആൽബിന്റെ സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണനെ കാണാൻ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന ഭക്തർക്ക് ഭക്തിസാന്ദ്രമായ സംഗീത അലയടികൾ കേൾക്കാം. ഹൈ ക്വാളിറ്റി സ്പീക്കറുകൾ സ്ഥാപിച്ച് അത്യാധുനിക സൌകര്യങ്ങളാണ് ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. സ്വകാര്യ കമ്പനിയുടെ വഴിപാടായി ലഭിച്ച 50ഓളം ഹൈ ക്വാളിറ്റി സ്പീക്കറുകളാണ് ക്യൂ ബെഞ്ചുകൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഗുരുവായൂരപ്പനെ തൊഴാൻ കാത്തിരിക്കുന്ന ഭക്തർക്ക് പഴയ സിനിമാ ഗാനങ്ങളിലെ ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങളും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കർണാടക സംഗീത കച്ചേരികളും ആസ്വദിക്കാം. ക്ഷേത്രനട അടച്ച സമയത്ത് ഏറെ നേരം കാത്തിരിക്കുമ്പോഴുണ്ടാകുന്ന വിരസതയകറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഭക്തർക്ക് ഏറ്റവും മികച്ച ദർശനാനുഭവം നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ ക്രമീകരണങ്ങളെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. നമുക്ക് പുതിയ തരത്തിൽ എങ്ങനെ ഇവരെ സേവിക്കാൻ കഴിയും എന്ന് ഗൗരവമായി ആലോചിച്ചിട്ടുള്ള പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായ രീതിയിൽ ചെയ്തു കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ട് അതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നേരത്തെ ഇരിപ്പിടങ്ങളും ചൂടകറ്റാൻ ഹൈ വോളിയം ലോ സ്പീഡ് ഫാനുകളും സജ്ജീകരിച്ചിരുന്നു. ക്യൂ നിയന്ത്രിക്കാൻ അത്യാധുനിക ഫേസ് സിസ്റ്റവും നടപ്പിലാക്കുന്നുണ്ട്. ഇതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം പദ്ധതിയുടെ പ്രസന്റേഷൻ നടക്കുമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിൽ ജനങ്ങൾക്ക്, അത് മീൻസ് ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുന്നതിനും അവർ ക്യൂ നിൽക്കുമ്പോൾ വളരെ റിലാക്സായി അവർക്ക് ക്യൂവിൽ നിന്നുകൊണ്ട് ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ക്യൂ കോംപ്ലക്സ് വരുന്നതിന് മുന്നേ നമ്മൾ നടപ്പിലാക്കുന്ന ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ചെയർമാൻ മുന്നേ നേരത്തെ സൂചിപ്പിച്ച ക്യൂവിലിരിക്കുന്നവർക്ക് റിലാക്സ് ചെയ്ത് പാട്ട് കേൾക്കാൻ ആവശ്യമായ 50 ചെറിയ ഹൈ ക്വാളിറ്റി സ്പീക്കർ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഭക്തരുടെ മുഖം സ്കാൻ ചെയ്ത് സമയബന്ധിതമായി ദർശനം ഉറപ്പാക്കുന്നതാണ് ഈ സംവിധാനം. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി സ്ഥിരം ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും ദേവസ്വം ആരംഭിച്ചിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ സംവിധാനങ്ങൾ ഫലപ്രദമാക്കാനാണ് തീരുമാനം. ഭക്തജനക്ഷേമത്തിനായി പ്രസാദ ഊട്ട് കേന്ദ്രം പൂർണ്ണമായും യന്ത്രവൽകൃതമാക്കാനും തീരുമാനമുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുന്നതും പാത്രങ്ങൾ കഴുകുന്നതും ഇനി മെഷീനുകൾ വഴിയായിരിക്കും. ഇതോടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ പേർക്ക് പ്രസാദ ഊട്ട് നൽകാൻ കഴിയുമെന്നും ദേവസ്വം അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ഏവന്നൂർ ശ്രീ തേൻകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിൽ മീനഭരണി വേലയോട് സംബന്ധിച്ച് സമസ്ത ഏവന്നൂരിന്റെ വേലവരവ് ആഘോഷം നടന്നു. സമസ്ത സംഘടനയുടെ നേതൃത്വത്തിൽ വജ്രഗരുഡ കലാസമിതി, ശ്രീ രഞ്ജിനി, നാടൻ കലാരൂപം, യുദ്ധ തമ്പോലം, ഓം ശിവ ശിങ്കാരിമേളം തുടങ്ങിയ ആഘോഷ പരിപാടികൾ വർണ്ണാഭമായി. മാള ഗുരുതിപ്പാല പേരൂർക്കാവ് ക്ഷേത്രത്തിൽ കാർത്തിക ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി പാക്കനാർ വേലയും കാളകളിയും എഴുന്നള്ളിപ്പും നടന്നു. വൈകിട്ട് ഗുരുതിപ്പാലയിൽ നിന്ന് 5 ആനകളുടെ അകമ്പടിയോടെ കാഴ്ചശീവേലി നടന്നു.
ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,425 രൂപ, പവന് 99,450 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. സൂക്ഷ്മ പരിശോധന ചൊവ്വാഴ്ച, അന്തിമ ചിത്രം വ്യാഴാഴ്ച തെളിയും. വിവാദമായ ഹിന്ദു MLA പരാമർശത്തിൽ ഉറച്ച് NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ. വിദ്വേഷ പരാമർശത്തിൽ കേസെടുത്തതിന് പിന്നാലെ പ്രകടനം ഒഴിവാക്കിയാണ് ഗോപാലകൃഷ്ണൻ പത്രിക സമർപ്പിച്ചത്. താൻ മതേതരവാദിയാണെന്ന് ഗോപാലകൃഷ്ണൻ. കൊടകരയിൽ വൈക്കോൽ കയറ്റുവന്ന മിനി ലോറിക്ക് തീപിടിച്ചു. ഡ്രൈവർ വാഹനം റോഡരികിൽ നിർത്തി പുറത്തിറങ്ങിയതിനാൽ ആളപായം ഒഴിവായി. പെരുമ്പിലാവിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. കയ്പമംഗലം സ്വദേശി അനൂപാണ് മരിച്ചത്. പാലപ്പിള്ളി കാരിക്കുളത്ത് കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. ആറാട്ടുപുഴ ദേവസംഗമത്തിലെ പങ്കാളി ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ച മകീര്യം പുറപ്പാടും കൊടിയേറ്റവും നടക്കും. തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം. മത്സ്യകൃഷിക്കായി വലകെട്ടിമറച്ച പതിയാരം കാവാലം ചിറക്കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ ജോയിന്റ് ഡയറക്ടറുടെ ഉത്തരവ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.